ഫസ്റ്റ് ടൈം വന്നപ്പോ എനിക്കൊരു ചോദ്യം ചോദിക്കാൻ ഞാൻ സത്യം പറഞ്ഞാൽ മറന്നുപോയി. ചോദിക്കണമെന്ന് വിചാരിച്ചാണ്, പക്ഷെ മൃദുല തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതെന്താ അറിയോ, ഈ പാട്ടുകാരനെ കെട്ടുകയല്ല എന്ന് പറഞ്ഞു, പക്ഷെ കെട്ടിയത് പാട്ടുകാരനെയാ. ഒരു പാട്ടുകാരിക്ക് പറയാൻ കൊള്ളാവുന്നതാണോ പറഞ്ഞത്? അതെന്താ വെച്ചാല് പാട്ടുകാരന് എന്താ വെച്ചാൽ എനിക്ക് അങ്ങനെ പാട്ടുകാരൻ തന്നെ വേണം അങ്ങനെ ഉണ്ടായിരുന്നില്ല. കാരണം ഒരു കോൺഫ്ലിക്റ്റ് വരണ്ട വീട്ടിൽ. കാരണം ഒരു സിംഗറും കൂടെ വരുന്ന സമയത്ത് ചിലപ്പം എന്തെങ്കിലും കാരണവശാൽ ഈഗോ വരുമോ എന്നുള്ള ഒരു പേടിയൊക്കെ കൊണ്ടായിരിക്കാം. അപ്പൊ അത് കംപ്ലീറ്റ്ലി ഞാൻ ആ ഒരു ഏരിയ വേണ്ട എന്നുള്ളൊരു മനസ്സിലുണ്ടായിരുന്നു. മെയിൻലി എൻ്റെ കണ്ടീഷൻസ് എന്നെ പാട്ട് പാടാൻ സമ്മതിക്കണം എന്നുള്ളതായിരുന്നു. കാരണം നമ്മൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ബിടെക് ആണ് ബേസിക്കലി, പക്ഷെ അതൊക്കെ ഒഴിവാക്കിയിട്ടാണ് ഈ ഒരു പ്രൊഫഷൻ ചൂസ് ചെയ്തത്. അപ്പം അത് വെറുതെ പോകാൻ പാടില്ല. അപ്പൊ എനിക്ക് വന്ന പ്രൊപ്പോസൽസ് ഒക്കെ ബിടെക് ആണ്. അപ്പം ആ ഒരു ലൈനിലേക്ക് പോവാം, ജോലി ചെയ്ത് അങ്ങനത്തെ ഒരു രീതിയിൽ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു അങ്ങനത്തെ രീതിയിലുള്ള ലൈഫായിരുന്നു എന്നെ കാത്തിരുന്നത് കുറെ. അപ്പൊ അത് കംപ്ലീറ്റ്ലി എനിക്ക് പറ്റാത്തൊരു കാര്യമായിരുന്നു. കാരണം അത്രയും എനിക്ക് ഓരോ വയസ്സ് കൂടുന്നതിനനുസരിച്ച് എനിക്ക് പാട്ടിനോടുള്ള ഒരു പാഷനും പാട്ടാണ് എൻ്റെ പ്രൊഫഷൻ എന്നുള്ള ഒരു തിരിച്ചറിവും വന്നുകൊണ്ടേ ഇരുന്നുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഞാൻ ആദ്യമേ പറഞ്ഞൊരു കണ്ടീഷൻ അതായിരുന്നു, പാട്ട് പാടാൻ സമ്മതിക്കുന്ന ഒരാളായിരിക്കും. അതെ അതെ അതെ. അപ്പോ വളരെ സപ്പോർട്ടീവ് ആയിട്ടുള്ളൊരു ഹസ്ബൻഡാണ്. അത് വലിയ സന്തോഷം. അതെ, ഓക്കെ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നിങ്ങള് ഒരുമിച്ച് പ്രോഗ്രാംസ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, ബേസിക്കലി അങ്ങനെ ഒരു പ്രൊഫഷണൽ സിംഗർ അങ്ങനെ ഇല്ല. ആയുർവേദ ഡോക്ടറാണ്. അപ്പൊ പഠിച്ചിരുന്ന കാലത്ത് മ്യൂസിക് പഠിച്ചിട്ടുണ്ട്. പിന്നെ പ്രോഗ്രാംസ് ഒക്കെ അവിടെ കോളേജിൽ കുറെ കോമ്പയറിങ്ങിന്, പാട്ട് മാത്രല്ല കോമ്പയറിങ്, കവിത എഴുതുമായിരുന്നു. പിന്നെ ഡാൻസ് വരെ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ പാട്ട് കലാകാരനാണ്. പ്രൊഫഷണലി ഒരു പേര് ഡോക്ടർ അല്ലേ? എനിക്കൊന്നും കാൽഭാഗേ ഉള്ളൂ ഡോക്ടറിനുള്ള ഇതുള്ളത്. അതെ, വളരെ കലയോട് വളരെ ഇഷ്ടമുള്ള ആളാണ്. പക്ഷെ അത് കഴിഞ്ഞതിന് ശേഷം ഒട്ടും പാട്ടിലൊന്നും ഒട്ടും ഫോക്കസ് ഫുൾ പഠിത്തത്തിലായിരുന്നു. ഫുൾ ബുക്ക് വാമായിരുന്നു ശരിക്കും പറഞ്ഞാൽ. ഭുജിയാണ്. അപ്പൊ അതുകൊണ്ട് പാട്ട് പാടാനൊന്നും പാടിയിട്ടേ ഇല്ല പിന്നെ കുറെ കാലം. പിന്നെ ഇപ്പൊ എന്റെ കൂടെ ഇപ്പൊ ഞാനൊക്കെ പാടുന്ന കേട്ടിട്ടാണ് അയ്യോ എനിക്ക് ഒരു പാട്ട് പാടിയ കൊള്ളാം അങ്ങനെ മനസ്സിൽ വരുന്നുണ്ട്. പക്ഷെ മൂളുമ്പോഴത്തേക്കും ഇപ്പൊ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ ആദ്യം ഞാൻ മാത്രമായിരുന്നു കറക്റ്റ് ചെയ്യുന്നത്. ഇപ്പൊ മോളും കൂടെ അവിടെ അങ്ങനെയല്ലോ. അപ്പൊ ഫുൾ രണ്ട് സൈഡിൽ നിന്നും ഭയങ്കര കറക്ഷൻസ്. അതുകൊണ്ട് പാട്ട് പാടി തുടങ്ങിയത് ഇപ്പൊ സ്റ്റോപ്പായി. അപ്പൊ ഇദ്ദേഹം ഇപ്പോഴും കവിതയൊക്കെ എഴുതുന്നുണ്ട്? എവിടെ, ഒന്നിനും ടൈമില്ല. അപ്പൊ ഭയങ്കര ഇപ്പൊ എന്താ വെച്ചാ ജോലി എന്ന് പറഞ്ഞ ആൾക്ക് ഫുള്ളി ഭയങ്കര വർക്കഹോളിക്കാ. ജോലി 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 ചെയ്യുകയാണെങ്കിൽ അത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാം. എന്ത് ചെയ്യുന്നു അതിൽ ഫുൾ ഫോക്കസ് അതിലാണ്. അപ്പൊ ബാക്കി ഒന്നിനും. പാട്ട് പാടുന്നവരുടെ ഒക്കെ സൗണ്ട് ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും? അങ്ങനെയല്ല, സൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, ഒന്ന് മൃദുല, ഒന്ന് ചിത്രേച്ചി, സൗണ്ട് ടച്ചുകൂടി ദേവി, അങ്ങനെ തന്നെ എത്തണേ ദേവി. അത് ഞാൻ ചോദിക്കുന്ന എന്റെ ഒരു ആകാംക്ഷയുടെ പുറത്താ. ഈ വോയിസ് എന്ന് പറയുന്ന പല കാറ്റഗറീസ് ഉണ്ടല്ലോ. നമ്മള് ഇപ്പം ബേസ് വോയിസിലുള്ള ആൾക്കാരുണ്ട്. ഇപ്പം എല്ലാരും അപ്പൊ അതും ഭയങ്കര വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വോയിസിലുള്ള ആളുകളുണ്ട്. ഇപ്പം ഞാൻ സായി ചേച്ചി, സൈനോര, ഇപ്പം വേറെ തന്നെ ഒരു കാറ്റഗറിയാണ്. അപ്പം അവരൊക്കെ പാടുന്ന പോലെ നമുക്ക് പാടാൻ പറ്റില്ല. അപ്പം ഓരോരുത്തരും ഹാൻഡിൽ ചെയ്യുന്ന അല്ലേ. അപ്പൊ ഓരോ ഏരിയ ഉണ്ട്. അപ്പൊ നമുക്ക് പറ്റുന്ന പാട്ടുകൾ ഇങ്ങനെ ഇപ്പം എന്റെ ആ ഒരു റേഞ്ച് അറിയാലോ. അപ്പൊ ആ ഒരു റേഞ്ചിലുള്ള പാട്ടുകളായിരിക്കും ഞാൻ അധികവും പാടുന്നത്. അപ്പൊ സായി ചേച്ചി പാടുന്ന പാട്ട് ഞാൻ അതുപോലെ പാടണം നിർബന്ധം പിടിച്ചാല് ശ്രമിക്കാറുണ്ട്. എപ്പോഴും ട്രൈ ചെയ്യും കേട്ടോ, ട്രൈ ചെയ്യും. മാക്സിമം നമുക്ക് പറ്റണ ഇപ്പൊ കൊഞ്ചൻ നിലവ് ഫോർ എക്സാമ്പിൾ ആണ്. അപ്പൊ അതൊരു കുറച്ചൊരു ബോൾഡ് വോയിസിൽ അതൊന്ന് പാടിയേ, ഒന്ന് കേൾക്കാലോ അല്ലെ ആ ഒരു ട്രൈ എങ്ങനെ ആവുന്നത്. കുറച്ച് ടോൺ ഒന്ന് ചേഞ്ച് ആയിട്ട് അങ്ങനെ പാടാറുണ്ട്. കൊഞ്ചം നിലവ് കൊഞ്ചം നെരുപ്പ് ഒന്നായി ചേർത്താൽ എന്തൻ ദേഹം കൊഞ്ചം നഞ്ച് കൊഞ്ചം അമുദം ஒன்றாக சேர்த்தால் இந்த கண்கள்
ഈ കുഞ്ഞു സോഫ്റ്റ് വോയിസേ അല്ല ഇപ്പൊ ഞാൻ കേൾക്കുന്നല്ലേ. നമുക്ക് എന്താ വെച്ചാൽ ലൈവ് പെർഫോമൻസിൽ ഇപ്പം ഒരുപാട് പാട്ടുകൾ നമ്മളിങ്ങനെ എക്സ്പെരിമെന്റ് ചെയ്യാറുണ്ട്. മെലഡീസ് മാത്രമല്ലല്ലോ പാടുന്നത്, ഇപ്പൊ പല കൈൻഡ് ഓഫ് ഒരുപാട് പല തരത്തിലുള്ള ഓഡിയൻസ് ആണ് നമ്മൾ കേൾക്കാൻ വരുന്നത്. അപ്പൊ അവരൊക്കെ സാറ്റിസ്ഫൈ ചെയ്യിക്കണമെങ്കിൽ പല തരത്തിലുള്ള പാട്ടുകൾ നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ട് പോകണം. അപ്പൊ അതില് ഒരു പാട്ടാണ് ഈ പാട്ട്. പിന്നെ അങ്ങനെ കുറെ ഫാസ്റ്റ് നമ്പേഴ്സ് ഒക്കെ നമ്മൾ ഒരുപാട് പ്രിപ്പയർ ചെയ്തിട്ട് അപ്പൊ അതിനുള്ള രീതിയിൽ നമ്മൾ വോയിസിനെ കുറച്ച് മോഡുലേഷൻസും ചേഞ്ചസ് ഒക്കെ വരുത്തിയിട്ടാണ് അവതരിപ്പിക്കുന്നത്. കൊച്ചിന് ഇഷ്ടമായിട്ടാണോ പാട്ട് പഠിപ്പിച്ചേ, അതോ നിങ്ങളുടെ ഒരു ഇഷ്ടത്തിന് പാട്ടങ്ങ് തുടങ്ങിയതാണോ? അല്ല, അവക്ക് തന്നെ സത്യം പറഞ്ഞ അവള് ചെറുതായിരുന്ന സമയത്ത് ഞാനിങ്ങനെ മൂളിച്ചൊക്കെ നോക്കാറുണ്ട്. അല്ല, അവളെ കൊണ്ട് ഇങ്ങനെ പാടിച്ചു നോക്കുമല്ലോ, ഭയങ്കര ആഗ്രഹമാണല്ലോ, ഏതൊരു സിംഗറിനും ഒരു ആഗ്രഹം ഉണ്ടാവും കുട്ടിക്കും ആ ഒരു ടാലന്റ് ഉണ്ടാവണേന്ന്. ഞാനിങ്ങനെ വെറുതെ മൂളുമ്പോ അങ്ങനെ ആൾ അത്ര ഇൻട്രസ്റ്റ് ഒന്നും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഓൺലൈൻ ക്ലാസ്സസ് ഒക്കെ സ്റ്റാർട്ടായപ്പം റൈംസ് ഒക്കെ പഠിപ്പിക്കുമല്ലോ. അപ്പൊ റൈംസ് ഒക്കെ പാടുന്ന സമയത്ത് നല്ല ട്യൂണിലൊക്കെയാണ് ആള് പാടുന്നത്. പിന്നെ ഒരു ഓണം പ്രോഗ്രാം വന്നു ഓൺലൈനായിട്ട് തന്നെ. അപ്പൊ അതിനൊരു ഓണപ്പാട്ട് എല്ലാവരും കൂടെ പാടി ഒരുമിച്ച് ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പൊ അതിനാണ് ശരിക്കും പറഞ്ഞാൽ മോള് ആദ്യമായിട്ട് ഒരു ഫുൾ സോങ് പഠിച്ച് ട്യൂണിൽ പാടുന്നത്. പെട്ടെന്നായിരുന്നു ആ ഒരു ഡെവലപ്മെന്റ്. ഇപ്പൊ നന്നായിട്ട് പാടുന്നുണ്ട് അല്ലെ? ഒരുവിധം നന്നായിട്ട് പാടുന്നുണ്ട്. നന്നായി പാടട്ടെ, ഈശ്വര ദേവി അനുഗ്രഹിക്കട്ടെ, അതാണ് ഏറ്റവും നല്ലത്. പക്ഷെ ആ കുഞ്ഞിന് വേണ്ടി എനിക്ക് പാടാൻ പറ്റാത്തോണ്ട് മൃദുല ഒരു പാട്ട് പാടണം. ഏതാ അറിയോ? മറ്റേ ലാലി ലാലില, നല്ല രസമല്ലേ കേൾക്കാന്? തീർച്ചയായിട്ടും പാടാം. ലാലി 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 ലേലോ, ലാലി 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 ലേലോ, മലരൊളി മന്ദാര മലരെ മഞ്ചാടി മണിയെ ചാഞ്ചാടും അഴകേ, പുതുമലരെ പൊന്നാര മലരെ എന്നോമൽ കണിയെ എൻ കുഞ്ഞു മലരെ, ലാലി 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 ലേലോ, ലാലി 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 ലേലോ. സമയം 7:08 ആയുള്ളൂ. പക്ഷെ ഇത് കേട്ടിട്ട് എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. പക്ഷെ എന്ത് സ്വീറ്റ് ആയിട്ടല്ലേ പാടുന്നത്. ഞാൻ ഒരു കാര്യം പറയാം, എന്താ അറിയാം, മൃദുല പാടുമ്പോ എന്താ പറയാ, ഒരു പാട്ടിനൊരു ജീവനുണ്ട്. ആ ജീവന്റെ ഉള്ളിലേക്ക് മൃദുല ഇറങ്ങി അവിടെ നിന്നാണ് പാടുക.